KSRTC നെടുങ്കണ്ടം ഓപ്പറേറ്റിംഗ് സെന്ററിൽ മുടങ്ങിക്കിടക്കുന്നത് 7ഓളം ഓർഡിനറി സർവീസുകൾ. ആവശ്യത്തിന് ബസ്സുകളില്ലാത്തതും ജീവനക്കാരുടെ കുറവുമാണ് പ്രതിസന്ധിക്ക് കാരണം. അതേസമയം ദീർഘദൂര സർവീസുകളും അശാസ്ത്രീയമായ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളതെന്നാണ് ജീവനക്കാരടക്കം പറയുന്നത്. നെടുങ്കണ്ടത്ത് നിലവിൽ ഇപ്പോൾ 14 സർവീസുകൾ മാത്രമാണുള്ളത്. ഇതിൽ 4 എണ്ണമാണ് ഓർഡിനറി സർവീസുകൾ. എന്നാൽ ഡിപ്പോയിൽ അനുവദിച്ചിട്ടുള്ള 7ഓളം ഓർഡിനറി സർവീസുകൾ ഇനിയും നടത്തുവാൻ സാധിച്ചിട്ടില്ല. ബസ്സുകളുടെ അഭാവവും ജീവനക്കാരുടെ കുറവുമാണ് തിരിച്ചടിയാകുന്നതെന്ന് ഓപ്പറേറ്റിംഗ് സെന്റർ ഇൻചാർജ് MP ശ്രീനി പറഞ്ഞു. ഓർഡിനറി സർവീസുകളിലെ വലിയൊരു കുറവ് നമ്മൾ നെടുങ്കണ്ടം ഡിപ്പോയിൽ കൊണ്ട് പൊതുവിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതിലുപരി നെടുങ്കണ്ടം ഡിപ്പോയിൽ വളരെയധികം കുറവ് സർവീസുകൾ, ഏകദേശം 6-7 സർവീസുകളോളം അയക്കാതെ കിടപ്പുണ്ട്. അത് ബസ് ഇല്ലാത്തതിൻ്റെ കുറവുകളാണ്. ശരിക്കും ജീവനക്കാരുടെ കുറവുണ്ട്. ഇതെല്ലാം നമുക്ക് പരിഹരിച്ച് നമുക്ക് കിട്ടണം. എങ്കിലും നമ്മളുടെ ഈ സംരംഭം കൂടുതലായിട്ട് വിജയിക്കുകയും നമുക്കിതിൽ ഒരു നല്ലൊരു മേൽക്കോയ്മയിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ. അതേസമയം ദീർഘദൂര സർവീസുകളും അശാസ്ത്രീയമായാണ് നടക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. റൂട്ടുകളിലെ കിലോമീറ്ററുകൾ കുറഞ്ഞുകൊണ്ട് കൂടുതൽ കളക്ഷൻ, നേരത്തെ 30,000-ന് മേലെ സർവീസ് കളക്ഷൻ ഒരുക്കുന്ന സർവീസാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാനിവിടെ 2 മാസമാണ് ഇവിടെ എത്തിയിട്ട്. അത് എല്ലാം പരിഹരിക്കണം. അതുപോലെ കൂടുതൽ നല്ല നല്ല സർവീസുകൾ, സൂപ്പർ ക്ലാസ് സർവീസുകൾക്ക് ഇവിടെ വരണം. അതിനുള്ള എല്ലാ അനുമതിയും നമ്മളുടെ MLA നൽകാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതെല്ലാം നേടിത്തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസവും ഉണ്ട്. ഓക്കെ. പുതിയ ഗവൺമെന്റ് ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ അപര്യാപ്തകൾ പരിഹരിക്കുവാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് ഉടുമ്പൻചോല MLA സേനാപതി വേണുവും വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.